വിവാഹം ആലോചിച്ച് ഉറപ്പിക്കുന്നതോ സ്വയം കണ്ടെത്തി തീരുമാനിക്കുന്നതോ ഏതാണ് നല്ലത്? പലപ്പോഴും നാം കേട്ടിട്ടുള്ള ഒരു സംശയമാണിത്. ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും ഭാവി ജീവിതത്തിലേക്കുള്ള നിർണായകമായ ഒരു കാൽവയ്പ്പാണ്. അവരുടെ ജീവിതത്തിലെ 2/3 ഭാഗമെങ്കിലും ജീവിക്കാനുള്ള വേദിയാണ് വിവാഹ ജീവിതം. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു വിവാഹത്തിൽ ഏർപ്പെടുമ്പോൾ അത് തുടർന്നു കൊണ്ടുപോകുവാൻ വേണ്ടതായ മാനസിക സന്തോഷം അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി വിവാഹം നടത്തപ്പെടുന്നത് ഒരുപക്ഷെ വീട്ടുകാർ ആലോചിച്ചിട്ടാകാം, അല്ലെങ്കിൽ സ്വയം കണ്ടെത്തി തീരുമാനിക്കുന്നതാകാം. ഇതിൽ രണ്ടിലും നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന ആളുകൾ ഉണ്ട്. ചിലതിൽ വീട്ടുകാർ ആലോചിച്ച് കണ്ടെത്തുന്നു, മറ്റേത് സ്വയം കണ്ടെത്തി സ്നേഹബന്ധത്തിലേർപ്പെട്ട് വിവാഹിതരാകുന്നു. ഇതിൽ രണ്ടിലും ഇത് കണ്ടെത്തുന്നവരുടെ തീരുമാനത്തിനാണ് പ്രാധാന്യം. മുൻകാലങ്ങളിൽ വീട്ടുകാർ ആലോചിച്ച് ആദ്യം പെണ്ണ് കാണൽ എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. അതിൽ തൃപ്തികരമായാൽ പിന്നെ വിവാഹ നിശ്ചയം അഥവാ ഉറപ്പിക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. പിന്നെ മോതിരം കൈമാറ്റം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അങ്ങനെ നിരവധിയായ അവസരങ്ങൾ ഈ ബന്ധുക്കൾ തമ്മിൽ അറിയാനും അവരുടെ ഗുണനിലവാരങ്ങൾ വിലയിരുത്താനും അവസരം ലഭിക്കുന്നു. അങ്ങനെ മുതിർന്നവരും അഭ്യുദയകാംക്ഷികളും തീരുമാനമെടുത്ത് വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ അവർക്ക് തീർച്ചയായും നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ സ്വയം തീരുമാനമെടുക്കുന്ന കേസിലാണെങ്കിലും പുരുഷനോ സ്ത്രീയോ ആയിരുന്നാലും അവർ ആലോചിച്ച് അഥവാ വളരെ ദൈവീക ചിന്തയോടെ തീരുമാനമെടുത്ത ഒരു കാര്യമാണെങ്കിൽ, ഒരു സ്നേഹബന്ധമാണെങ്കിൽ അതിനൊരിക്കലും ഒരു കോട്ടം തട്ടുകയില്ല. കാരണം വിവാഹം എന്നത് സൃഷ്ടിപരമായ മനുഷ്യൻ്റെ അവകാശമാണ്, അഥവാ അവൻ അത് നിർവഹിക്കേണ്ടവനാണ്. വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് യോഗ്യമായ യോജിച്ച ഇണയെ ഞാൻ നൽകും എന്ന്. അതുകൊണ്ട് ആ സൃഷ്ടിപരമായ നിയമമനുസരിച്ച് തന്നെ നമുക്ക് വിവാഹിതരാകാൻ കടമയുണ്ട്. അത് തീരുമാനിക്കുമ്പോൾ അഥവാ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ആലോചിച്ചും ദൈവീക ചിന്തയോടും കൂടി വേണം എന്ന് മാത്രം.